ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിട്ടും ഇപ്പോൾ ആവശ്യം എന്താണെന്നറിയോ? ഈ ജാമ്യം കിട്ടി എന്നുള്ളത് കഴിഞ്ഞപ്പോ ഇനി ആവശ്യം ഈ കേസ് തന്നെ റദ്ദാക്കണം. ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അപ്പൊ ഇത് ഈ സഭയിലെ പിതാക്കന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഭാ നേതാക്കന്മാരോ കന്യാസ്ത്രീകളോ മാത്രമല്ല ആവശ്യപ്പെടുന്നത്. ഇവരൊരു പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ടേക്കാം. ഇത് കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കന്മാരും, CPM, കോൺഗ്രസ്, ലീഗ്, BJP. ഏറ്റവും വലിയ തമാശ, കേരളത്തിലെ BJP ആണ് മുന്നിൽ. ഇത് എന്ത് ചെയ്യണം? ഈ കേസ് BJP കേസ് ഒഴിവാക്കണം പറഞ്ഞിട്ടില്ല. ഓക്കെ, കേസ് ഒഴിവാക്കണം പറഞ്ഞില്ല. പക്ഷേ ഇവർക്ക് ജാമ്യം കൊടുക്കണം. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ്, ഇവരെ ഏറ്റവും പെട്ടെന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നീട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പറയുന്നു ഇവർ നിരപരാധികളാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഛത്തീസ്ഗഡില് 2 കന്യാസ്ത്രീകളെ അവിടുത്തെ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. തൂക്കിക്കൊന്നിട്ടൊന്നുമില്ലല്ലോ, അറസ്റ്റ് ചെയ്യുന്നു. അവർക്കെതിരെ കേസെടുക്കുന്നു. ഈ കേസെടുക്കുന്നത് വളരെ വ്യക്തമായി അതിലൊരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് ഇവർ എന്നെ കൊണ്ടുപോകുന്നത്. അത് മതി. ഒരു പെൺകുട്ടി ഇതിൽ പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ ഇവർ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഇവിടത്തെ പ്രമുഖ മലയാള ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം, ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം വന്നതാണ് ഈ പെൺകുട്ടിയുടെ ഈ പറയുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലല്ല, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംഭവിച്ചാലും പോലീസ് കേസെടുക്കും. ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അങ്ങനെ വളരെ വളരെ സ്വാഭാവികമായ ഒരു ക്രൈം എന്നുള്ളതിന്റെ പേരിലാണ് കേസെടുത്തത്. കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ഇവരെ കസ്റ്റഡിയിലാക്കുന്നു, ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നു. ഇതിലും യാതൊരു എന്താ പറയാ, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുകയാണ് ഇവര് നിരപരാധികളാണ്, ഈ 2 കന്യാസ്ത്രീകളും നിരപരാധികളാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഈ 2 കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് പറയാൻ ഇവിടത്തെ BJP-കാരും, ഇവിടത്തെ CPM-കാരും, ഇവിടത്തെ കോൺഗ്രസുകാരും, ഇവിടത്തെ ലീഗുകാരും, ഇവിടത്തെ സുഡാപ്പിക്കാരും, ഇവരൊക്കെ ഇവിടുത്തെ സുപ്രീം കോടതിയാണോ? ഇവരാണോ വിധി കൽപ്പിക്കേണ്ടത്? ഈ 2 കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഇവിടത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണോ? കേരളം കഴിഞ്ഞ 9 ദിവസമായി പത്രങ്ങൾ മുഴുവനും, ഈ ടെലിവിഷൻ ചാനലുകൾ മുഴുവനും രാഷ്ട്രീയ പാർട്ടിക്കാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവദാസികളെ, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ എന്താ പറയാ, ഈ കൂട്ടിലാക്കി അല്ലെങ്കിൽ ജയിലിലാക്കി എന്നുള്ള തരത്തിലേക്കാണ് ഇവർ പറയുന്നത്.